1.5 വർഷമായി വീട് വിട്ടൊരു കുടുംബം തിരുവനന്തപുരത്ത് താമസിക്കുകയാണ്. 25-കാരൻ ദിലീഷും കുടുംബവും ക്യാൻസർ ചികിത്സയ്ക്കായിട്ടാണ് പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തെത്തിയത്. 19-ാം വയസ്സിലാണ് ആദ്യമായി ലിംഫോമാറ്റിക് ലുക്കീമിയ എന്ന അസുഖം ബാധിച്ചത്. നാട്ടുകാരുടെ സഹായത്തോടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. ആദ്യഘട്ടത്തിൽ രോഗം ഭേദമായെങ്കിലും പിന്നീടും രോഗം ബാധിച്ചു. 17-ലാണ് എനിക്ക് അസുഖം കണ്ടുപിടിച്ച് 19 വയസ്സായിരിക്കുന്ന സമയത്ത് 1 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ 2 വർഷത്തോളം ടാബ്ലറ്റുകൾ മെയിൻ്റനൻസ് ആയിട്ട് കഴിഞ്ഞ ഡിസംബർ ആ ടൈം ആകുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് വീണ്ടും അസുഖം വന്നിരിക്കുകയായിരുന്നു. വർഷങ്ങളായി തുടരുന്ന ചികിത്സയ്ക്ക് മകനൊപ്പം കുടുംബം മുഴുവനൊപ്പമുണ്ട്. തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് കുടുംബം. നാട്ടുകാരും വീട്ടുകാരും സഹായം അതിൻ്റെ നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ സഹായിച്ചിട്ടാണ് ഞങ്ങളത് ചെയ്തത്. ഞാൻ പെയിൻറ്റിങ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ ഒന്നും പോകാനും പറ്റില്ല. അങ്ങനെ ആരെങ്കിലും സഹായം കിട്ടിയാൽ ഞങ്ങളതുകൊണ്ട് എന്തെങ്കിലും ഒരു സഹായം. ഒടുവിൽ കാർട്ടി സെൽ ചികിത്സയാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ഇതിനായി 50 ലക്ഷത്തോളം രൂപ ചിലവ് വരും. വേറെ ഒരു ഓപ്ഷൻ നമുക്കില്ലല്ലോ. പിന്നെ ടാബ്ലറ്റുകൾ മാത്രമൊക്കെ കഴിച്ചിട്ട് നമുക്ക് എത്ര കാലം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു? 45-50 ലക്ഷം രൂപൻ്റെ ഉള്ളിൽ ആണ് ചിലവ്. അവിടെ ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇപ്പം തന്നെ കുടുംബം ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനിയും നമ്മളതിന് കഷ്ടപ്പെടുന്നത് ശരിയല്ല. സുമനസ്സുകളുടെ സഹായത്തിനായി ദിലീഷും കുടുംബവും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.